ആറ്റിൻ്റെ തീരത്ത് ഒരു വലിയ മരമുണ്ടായിരുന്നു. ധാരാളം പക്ഷികൾ അവിടെ കൂടുവച്ച് താമസിച്ചിരുന്നു. അതിരാവിലെ എല്ലാ പക്ഷികളും ആഹാരം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ദൂരേക്ക് പറന്നു പോവുമായിരുന്നു. സന്ധ്യാസമയത്ത് അവർ തങ്ങളുടെ കൂടുകളിലേക്ക് അണയുമായിരുന്നു. എന്നാൽ അതിലൊരു പക്ഷി, തള്ളപ്പക്ഷി, എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ തൻ്റെ കൂട് പൊളിക്കുമായിരുന്നു. മറ്റു പക്ഷികളെല്ലാം പറയും, എന്തിനാണ് ഈ കൂട് പൊളിക്കുന്നത്? അപ്പോൾ തള്ളപ്പക്ഷി പറയുമായി, ഇതിൻ്റെ അകത്ത് ദുർഗന്ധമാണ്, വളരെയധികം മോശപ്പെട്ട മണമാണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് കൂട് പൊളിക്കുന്നത്. മറ്റു പക്ഷിക്കൂട്ടങ്ങളെല്ലാം പോയി അതിൻ്റെ നേതാവായ പക്ഷിയോട് പറഞ്ഞു, ഈ തള്ളപ്പക്ഷി പോയി എല്ലാ ദിവസവും ആഹാരം തേടിപ്പോയി തിരിച്ചു വന്നിട്ട് കൂട് പൊളിക്കുകയാണ്. ചോദിക്കുമ്പോൾ പറയും ദുർഗന്ധം എന്നാണ് പറയുന്നത്. എന്നാൽ ഞങ്ങളുടെ കൂടുകൾക്കൊന്നും ദുർഗന്ധമില്ല, എന്താണ് ഈ പക്ഷിയുടെ കൂടിന് മാത്രം ദുർഗന്ധം? ആ നേതാവായ പക്ഷി വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ കൂടിന് ദുർഗന്ധമാണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും കൂട് പൊളിച്ച് പുതിയ കൂടുണ്ടാക്കി ഞാൻ അതിൽ കിടന്ന് ഉറങ്ങുന്നതെന്ന്. അപ്പോൾ നേതാവായ പക്ഷി പറഞ്ഞു, ഈ കൂടിനല്ല ദുർഗന്ധം, നീ രാവിലെ ആഹാരം അന്വേഷിച്ച് ദൂരദേശങ്ങളിൽ പോയി നീ ഇങ്ങനെ ചിറകടിച്ചുയരുമ്പോൾ നിൻ്റെ ചിറകിൻ്റെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ് അതിൻ്റെ ദുർഗന്ധമാണ് നിൻ്റെ കൂടിനെ ദുർഗന്ധമുണ്ടാക്കുന്നത്. അതിനാൽ ആദ്യം പോയി ആ കാണുന്ന ആറ്റിൽ ചെന്ന് കുളിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ഇങ്ങനെയല്ലേ? ചിലപ്പോഴൊക്കെ നമ്മളും ഈ പക്ഷിയെ പോലെ തന്നെ കൂട് പൊളിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവരാണ്. നമ്മളിലുള്ള ദുർഗന്ധങ്ങളെ കഴുകി വെടിപ്പാക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഈ നോമ്പുകാലത്ത് അതിന് കഴിയണം. തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു, നിർദോഷനെന്ന് ഭാവിക്കുകയും മാലിന്യം കഴുകിക്കളയാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. നിൻ്റെ ജീവിതത്തിലുള്ള മാലിന്യത്തെ നീ കഴുകിക്കളഞ്ഞാൽ നിൻ്റെ ജീവിതം ശുദ്ധിയുള്ളതായിട്ട് മാറും. ഈ നോമ്പുകാലത്ത് നമ്മുടെ മാലിന്യങ്ങളെ കഴുകി ശുദ്ധി ചെയ്യുവാൻ കുമ്പസാരം എന്ന കൂദാശയിൽ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന ഈ ദുർഗന്ധങ്ങളെ ഈ നോമ്പുകാലത്ത് കഴുകി വെടിപ്പാക്കി ഒരു പുതിയ മനുഷ്യരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ.